2024 മികച്ച ടെലിവിഷൻ ജനറൽ റിപ്പോർട്ടിംഗിനുള്ള കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ പി ഉണ്ണികൃഷ്ണൻ അവാർഡിന് 24 ന്യൂസ് കോഴിക്കോട് ബ്യൂറോ സീനിയർ റിപ്പോർട്ടർ സമീർ സി മുഹമ്മദ് അർഹനായി. PTA ജനറൽ മാനേജറായിരുന്ന പി ഉണ്ണികൃഷ്ണന്റെ കുടുംബവും കാലിക്കറ്റ് പ്രസ് ക്ലബും ചേർന്നാണ് 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏർപ്പെടുത്തിയത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ അവാർഡ് പരമ്പരയിലെ രണ്ടാമത്തെ അവാർഡാണ് പി ഉണ്ണികൃഷ്ണൻ അവാർഡ്. നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. PTA ജനറൽ മാനേജറായിരുന്ന പി ഉണ്ണികൃഷ്ണന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം പ്രസ് ക്ലബുമായി ചേർന്നാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. 15,000 രൂപയാണ് അവാർഡ് തുക. ഇത്തവണത്തെ അവാർഡിന് അർഹനായിരിക്കുന്നത് 24 ന്യൂസിലെ സീനിയർ റിപ്പോർട്ടർ സമീർ സി മുഹമ്മദാണ്. അദ്ദേഹം കോഴിക്കോട് ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നത്. 2024 ജൂൺ 22 സംപ്രേഷണം ചെയ്ത സാഫല്യം ഭവന പദ്ധതി തകിടം മറിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ പി ഉണ്ണികൃഷ്ണൻ അവാർഡിന് സമീർ സി മുഹമ്മദ് അർഹനായത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഭൂമിയും വീടുമില്ലാത്ത പാവപ്പെട്ടവർക്ക് പാർപ്പിടം ലഭ്യമാക്കുന്ന പദ്ധതി പ്രകാരം കോഴിക്കോട് ചേളന്നൂരിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടം കെടുകാര്യസ്ഥതയെ തുടർന്ന് നാശത്തിന്റെ വക്കിലായതാണ് വാർത്തയുടെ ഉള്ളടക്കം. മുതിർന്ന ദൃശ്യമാധ്യമ പ്രവർത്തകരായ PT നാസർ, KP രമേശ്, കാലിക്കറ്റ് പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡയറക്ടർ VE ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചതെന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദും സെക്രട്ടറി PK സജിത്തും അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ വഴങ്ങോട് സ്വദേശിയായ സമീർ സി മുഹമ്മദ് 2013 മുതൽ ദൃശ്യമാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്യുന്നു. ചാലിയത്തൊടി മുഹമ്മദ് ഖദീജ ദമ്പതികളുടെ മകനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MBR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.